അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഈ കാണുന്നത് അൾട്ടോണറിൻ്റെ ഹെഡ്ലൈറ്റ് കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബർ നമുക്ക് കസ്റ്റം ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റിപ്പ് ലൈറ്റ് അതുപോലെ ഈ ഒരു പോർഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു പോർഷൻ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ള കേട്ടത്. ഇതിൻ്റെ ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ഭാഗം ഓപ്പൺ ജസ്റ്റ് വെച്ചു എന്നുള്ളത് ഇതിൻ്റെ മുഖത്തേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ പോർഷൻ നമ്മൾ ബ്ലാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ചെയ്യണതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ്, അതായത് ഈ ഹെഡ്ലൈറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഹീറ്റാക്കിയിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് വരിക. അതിൻ്റെ ഗ്ലാസ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഹീറ്റാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ളത് അതിന് മുമ്പത്തെ വീഡിയോയിൽ ജസ്റ്റ് കറക്റ്റ് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇടുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇതുണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ 2 സ്ക്രൂ ഈ ഒരു 2 ഹോളിലായിട്ട് വരും. അത് അയച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഫുൾ ബ്ലാക്ക് ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ ഇത് ബ്ലാക്ക് സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് രണ്ടാമത് വെറുതെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സൈഡും കാര്യങ്ങളും അലമ്പുള്ള ഭാഗങ്ങളൊക്കെ വരുത്തിയിട്ട് പക്ക കിട്ടും. ഇനി ഒന്ന് മൊത്തമായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ ഹെഡ്ലൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള രൂപം എന്ന് പറഞ്ഞത്. ഈ സൈഡ് കാണുന്ന ഈ ക്രോമും കാര്യങ്ങളൊക്കെ പക്കായി ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ ഈ ക്രോം ഒഴിവാക്കി അല്ലോ. പിന്നുള്ളത് പറഞ്ഞാൽ സെൻറ്ററിൽ സ്ട്രിപ്പ് ചെയ്യണം. അപ്പോൾ ആ സ്ട്രിപ്പ് ചെയ്തിട്ട് മൊത്തമായിട്ടുള്ളൊരു ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത്. വൈറ്റാണ് ഈ കാണുന്ന ഭാഗം കേട്ടോ, വൈറ്റ്. അതുപോലെ അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇതിനകത്ത് സിലിക്കോണൊക്കെ അടിച്ചിട്ട് ഇത് ഫുള്ള് ടൈറ്റാക്കി വെച്ചുള്ള കേട്ടോ. ഇത് ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ. ഈ ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ വാരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാഗ് ഇടുന്നതിന് പകരം നമ്മൾ കയറൊക്കെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നൈറ്റാണ് ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നുള്ളത്. സ്ട്രിപ്പ് നമ്മൾ ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്താക്കിയിട്ടുണ്ടോ. ഇവിടെ കട്ട് ചെയ്തിരിക്കണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു ഭാഗത്ത് വരുന്നിട്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ക്രോമിൻ്റെ പുറം ഭാഗത്ത് ഒരു റൗണ്ട് കൊടുക്കണമെന്ന് കരുതിയിരുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഇത് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് ഈ ക്രോം അടിയിൽക്കും മുഴുക്കൊക്കെ ഇങ്ങനെ ചലിക്കും. അപ്പോൾ ആ ഒരു ഭാഗം വരുന്ന ടൈമിൽ ഈ സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ തടയാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയെന്നുള്ളതാണ്. ഞാൻ അതല്ല അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ക്രോം വരുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഗ്ലാസ് ഉണ്ടോ, നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഈ ഗ്ലാസിൻ്റെ അടിയിലേക്കാണ് ഈ ക്രോം വരുന്നത്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ ക്രോമിൻ്റെ ചുറ്റോറും ഈ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ടെന്ന് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗം അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. പിന്നെ നല്ല ഈ ഒരു ഭാഗം നമ്മൾ ബ്ലാക്ക് ചെയ്ത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇത് അയച്ചതിൻ്റെ ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ടായിട്ട് നമ്മൾ സിലിക്കോൺ അടിച്ചിട്ട് അമർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗങ്ങൾ ഈ പുറത്തേക്ക് പൊന്തിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് പക്കായിട്ട് ഇവിടെ ഫുള്ള് സിലിക്കോൺ അടിക്കും. അതുപോലെ തന്നെ ഈ വയർ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ പക്കായി ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഇറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗം കണ്ടോ ഇതാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണ മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് കത്തിച്ച് നോക്കണം നല്ലതാവും. എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ഉള്ളിൽ വർക്കിങ് കാര്യങ്ങൾ പ്രോപ്പറാണെന്ന് നോക്കണം. പിന്നെ ഇത് പറഞ്ഞാൽ അത്യാവശ്യം ടാസ്ക്കുള്ളൊരു പരിപാടിയാണ്. കാരണം ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പെയിൻ്റ് അടിച്ച് ചെയ്യുമ്പോൾ കാര്യങ്ങളത് ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ കണക്ട് ചെയ്തതിൻ്റെ വയറും കാര്യങ്ങളും ഊരിപ്പോരാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു വയറും കാര്യങ്ങളും എൻട്രൻസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയത് പറഞ്ഞാൽ സ്ട്രിപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഹെഡ്ലൈറ്റുമ്പോൾ ടച്ച് ആവും. അപ്പോൾ ഇവിടെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യേണ്ടൊരു ആവശ്യം വരുന്നുണ്ട്. ഞാൻ ആരെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ശ്രദ്ധിക്കണം നന്നാവും. അത് അയച്ച സ്ഥിതിക്ക് അയക്കുമ്പോൾ അത് നമുക്ക് ഏകദേശം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഈ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്യേണ്ട ഒരു കേസ് വരുന്നുണ്ട് ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ എൻഡ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കും. അതായത് സ്ട്രിപ്പിൻ്റെ ലൈറ്റ് അല്ലാതെ വേറൊരു ബ്രൈറ്റ്നസ് കൂടുതൽ ലൈറ്റ് വരും. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇവിടെ ബെൻഡാക്കിയിട്ട് ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസുമ്പോൾ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് നമ്മൾ കാണാം. ജസ്റ്റ് ഒന്ന് വിട്ടുന്ന് കാണിച്ചു കേട്ടോ. ഇങ്ങനെ ഇതിൽ കാണിച്ചു വരുന്നത്. ഇത് ഫിറ്റ് ചെയ്തിട്ട് മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് എത്രത്തോളം ഇതിൽ ക്ലിയർ ആവുണ്ടെന്ന് അറിയില്ല. ഇതുണ്ടോ നമ്മൾ ബൈക്കിൻ്റെ ബാറ്ററിങ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചുള്ളതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ ജസ്റ്റ് ഇപ്പോൾ ഇതിവിടെ അയച്ചു പോയിട്ടുള്ളതാണ് കേട്ടോ അവർ. അപ്പോൾ വണ്ടി വന്നതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്തിട്ട് ആ ലുക്കിങ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ സെറ്റ് ചെയ്യാനുള്ള കോസ്റ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ സിലിക്കോണ് അതുപോലെ തന്നെ
ഇതിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ്, ഉള്ളിൽ വരുന്ന സ്പ്രേ പെയിൻറ്റ് ബോട്ടിൽ പെയിൻറ്റാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതിന് അത്യാവശ്യം ലൈഫ് കിട്ടേണ്ടതിന്. അപ്പോൾ ആ ഒരു ഭാഗം, പിന്നെ സിലിക്കോൺ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് വേണ്ടിയിട്ട്, കാരണം ഇവിടെ ഒരു കുഴിയാണ് വരുന്നത് ഇതിനകത്ത് ഫുള്ള്. അപ്പോൾ ആ ഒരു ഭാഗം അടിക്കാനുള്ള ഒരു ബോട്ടിൽ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ഇതിന് എടുക്കാനുള്ള ആ വർക്ക് എടുക്കുന്ന ആ ഒരു എഫക്റ്റിൻ്റെ ഫണ്ടും കൂടെ ഇതിൽ വരുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഷോൾഡറിങ്, അതുപോലെ തന്നെ ഈ ഒരു വയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹെഡ്ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്തു. സൈഡും കാര്യങ്ങളും ഇതുണ്ടോ, ഈ സൈഡിൽ സിലിക്കോൺ സെറ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും ടാപ്പ് അടിച്ചിട്ട് വലിച്ചാണ്. അതാണ് ഇത്രയും സെറ്റായിട്ട് ഇട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് നമുക്ക് ചെറിയ ലീക്കോ കാര്യങ്ങളോ വരേണ്ടതെന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് വൺ സൈഡ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഡാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ലൈറ്റ് ഇടുമ്പോൾ ആ ഒരു ഷോയും കാര്യം നമുക്ക് പക്കയായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇത് ബാറ്ററിക്ക് കണക്ഷൻ കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ന് കണക്ഷൻ കൊടുത്താൽ ഇത് നമ്മളെ വണ്ടിയുടെ ഓണർ ഇട്ടത്ത് കാണുമോ? ഓക്കെ അല്ലേ, തിരിച്ചെടുത്തൊക്കെ. അപ്പോൾ ഇതാണ് ലൈറ്റ്. ഇതിൽ നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈലിൽ കാണുന്ന ഈ ഒരു വ്യൂ അല്ല കേട്ടോ. കാരണം വെച്ചാൽ അടിയിൽ അത്രയും ലൈന് ആയിട്ടുള്ള ഒരു പോർഷനൊക്കെ കാണുന്നത്. ഈ ഫോട്ടോ സെൻറ്ററിൽ ഇട്ട് കൊടുക്കേണ്ടി അത് ഇതിൽ മനസ്സിലാവണില്ല. ഇതിൽ മൊത്തമായിട്ട് ബ്രൈറ്റ്നസ് കാണുന്നത് വീഡിയോയിൽ മൊത്തം ധൈര്യം കാണുന്നു. അപ്പം ഇനി രണ്ടിലും മാറ്റി ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടോയെന്ന്. ഇത് ഡാർക്ക് എടുപ്പളും ഇതുണ്ട്. ഈ സൈഡ് അത്യാവശ്യം ഇതാണ് ഇതിൻ്റെ ആദ്യം ഉണ്ടാകുന്ന നമ്മൾ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ആ മിന്നും ബെസ്റ്റ് കിട്ടുന്നുണ്ട്. ഫുള്ള് കത്തിക്കുമ്പോൾ മിന്നിക്കുമ്പോൾ അറിയുന്നുണ്ട്. മിന്നിച്ച ഓക്കെ, അതാ കാണുന്ന ആ ലൈൻ ഒറ്റയ്ക്കാണ് അതിൽ കാണുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഫോണിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പോർഷനും, പിന്നെ അതുപോലെ തന്നെ സ്റ്റിപ്പിൻ്റെ, പിന്നെ എങ്ങനെ വെച്ചാൽ വീഡിയോയിലുള്ള മാറ്റം കാണിച്ചുതരാം. ബ്രേക്ക്നെസ് കമ്മിയാകുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ കേട്ടോ ഓപ്ഷൻ വന്നില്ല ഇപ്പോൾ പോയത് കേട്ടോ. കണ്ടോ, ഈ രീതിയാണ് നമ്മളെ സ്റ്റിപ്പിൽ വരുന്നത്. നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ് കൂടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് ഉള്ളൊരു കളറും കാര്യങ്ങളും വരുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനി ഇൻഡിക്കേറ്റർ നോക്കി. അപ്പോൾ പമ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്തില്ല. പിന്നെ അതല്ല, നമുക്ക് ആ ലൈറ്റിൻ്റെ പോർഷനായിട്ടൊക്കെ കാണുള്ളൂ. ഇപ്പോൾ നമ്മൾ പമ്പർ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് വെളിച്ചത്ത് വെച്ചാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇത് പമ്പറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. അതായത് ജസ്റ്റ് ബ്രേക്കിംഗ് സമയം കാണിച്ചു തരാം. ഈ രീതിയിലാണ് നമ്മളിത് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഷോ കാര്യങ്ങളെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ബ്രൈറ്റ്നസും കാര്യങ്ങളും കൂടിയിട്ടേ കാണാം. അപ്പോൾ ഇതാണ് ഫുള്ളുള്ള ലുക്കും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള വ്യൂ. നമുക്ക് ഇത്ര ഡാർക്ക് ആയപ്പോൾ ഇത്രത്തോളം നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് കറക്റ്റുള്ള പിക്കും വീഡിയോയും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിലായിട്ട് മെൻഷൻ ചെയ്യാമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഹെഡ്ലൈറ്റിൻ്റെ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.